ഇതളടരാതെ ദി സിംഫണി ഓഫ് ലവ് ഭാഗം 22. ജെറിക്ക് അന്ന് ഉറക്കം വന്നില്ല. വല്ലാത്തൊരു വിമിഷ്ടം പിടികൂടിയിരിക്കുന്നു. എന്താണത്? ഓരോന്ന് ആലോചിച്ച് കിടക്കെ ജെറിയെ കാണാഞ്ഞ് മരിയ അങ്ങോട്ടേക്ക് വന്നു. എന്താ ജെറി ഇവിടെ ഇരിക്കുന്നേ? നല്ല മഞ്ഞുണ്ട്, വാ അകത്ത് വന്ന് കിടക്ക്. ചേട്ടായിയുടെ കൊച്ചിനെ ഓർത്ത് കിടന്നിട്ടാകും സ്വപ്നം കണ്ടത്. മരിയ അന്നയപൂർവ്വം വിളിച്ചു. നീ പോയി കിടന്നോ, ഞാൻ വന്നോളാം. ജെറി ശാന്തനായി. മരിയ കുറച്ചുനേരം കൂടി അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് തിരികെ പോയി. ചേട്ടായിയുടെ കൊച്ചിനെ കണ്ടു എന്നത് ശരി തന്നെ, പക്ഷേ എപ്പോഴും ഓർത്തിരിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ അത്. തണുപ്പ് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ജെറി എണീറ്റ് മുറിയിലേക്ക് പോന്നു. മരിയ നല്ല ഉറക്കം. അവളെ ശല്യപ്പെടുത്താതെ കട്ടിലിന്റെ അറ്റത്ത് കിടന്നു. മരിയയും ജെറിയും തിരികെ പോയി. നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയോ അപ്പച്ചാ? അതുങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചോണ്ടേനെ. വെറുതെ ആ പെങ്കൊച്ചിന്റെ ജീവിതം കൂടി തൊലച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവരെ യാത്രയാക്കിയിട്ട് എൽസി കുഞ്ഞുഞ്ഞിന്റെ സമീപം ഇരുന്നു. നിനക്കെന്താ ഇപ്പോ ഒരു മാനസാന്തരം? കുഞ്ഞുഞ്ഞിനോട് മരിയ പറഞ്ഞ കാര്യങ്ങൾ പങ്കുവച്ചു. അതൊക്കെ അങ്ങനെ കിടക്കും. മരിയ എല്ലാം അറിഞ്ഞോണ്ടല്ലേ അവനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. ഒക്കെ പയ്യെ ശരിയായിക്കോളും. നീ നിന്റെ പണി നോക്ക്. കുഞ്ഞുഞ്ഞിന് ദേഷ്യം വന്നു. അല്ല, ആ പെങ്കൊച്ചിന്റെ വിഷമം കണ്ടപ്പോ പറഞ്ഞു പോയതാ. പിന്നെ എന്നാ ചെയ്യണമായിരുന്നു? ഇത്രയും നാളും കൊണ്ടുനടന്ന കുടുംബത്തിന്റെ മാനം തെമ്മാടിക്കുഴിയിൽ തള്ളണമായിരുന്നോ? ജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവനോര് കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. നീ അതിലൊന്നും തലയിടാൻ പോണ്ട, കേട്ടല്ലോ. എൽസി എണീറ്റ് അടുക്കളയിലേക്ക് പോയി. കുഞ്ഞു മരിയയോടൊപ്പം ഉച്ചയൂണൊരുക്കാൻ സഹായിച്ചുകൊണ്ട് ജോലിയിൽ മുഴുകി. ജെറിയും മരിയയും പതിവ് പോലെ ഒന്നിച്ച് ജോലിക്ക് പോവുകയും വരികയും ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ കിടപ്പറയിൽ മാത്രം അവർ പരസ്പരം അറിയാതെ കിടന്നുറങ്ങി. ഒരു ദിവസം രാത്രിയിൽ ജെറി വീണ്ടും കുഞ്ഞിനെയും നിധിയെയും വിളിച്ച് ഉറക്കം ഞെട്ടി. മരിയയ്ക്ക് ഉറക്കം പോയതിനേക്കാളേറെ ദേഷ്യം ജെറിയുടെ ആ സ്വപ്നം കാണലായിരുന്നു. നാശം, അവളെ കളഞ്ഞേച്ചും പോയി. എന്നാലും വേണ്ടില്ല, ആ പിശാചിനെയും ഓർത്താണ് ഇപ്പോഴും നടപ്പ്. ഒന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കുകയല്ല. ആ തേവിടിശി കാരണം ബാക്കിയുള്ളവന്റെ ജീവിതമാ തൊലഞ്ഞത്. നിധിയെ തേവിടിശി എന്ന് മരിയ വിളിച്ചത് കേട്ടപ്പോൾ ജെറിക്ക് ദേഷ്യം വന്നു. ചാടി എണീറ്റ് മരിയയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. നീ എന്താ വിളിച്ചത്? ആ പേര് നിനക്കാണ് ചേരുന്നത്. ജെറി നിന്ന് വിറച്ചു. ഓ പിന്നെ, കല്യാണം പോലും കഴിക്കാതെ ഒരുത്തന്റെ കൂടെ പൊറുക്കാനിറങ്ങിയവളെ പിന്നെ എന്ത് വിളിക്കണം? മരിയയും വിട്ടുകൊടുത്തില്ല. അവളുടെ ഉള്ളിൽ കെട്ടി നിർത്തിയിരുന്ന ദേഷ്യവും സങ്കടവും ഒന്നാകെ പുറത്തു ചാടി. ഫ്ളാറ്റ് സൗണ്ട് പ്രൂഫ് ആയിരുന്നതുകൊണ്ട് അവിടെ നടക്കുന്നത് ആരും അറിഞ്ഞില്ല. എടി, മനസ്സുകൊണ്ട് ഒന്നാകാതെ ഒന്നിച്ച് ജീവിക്കുന്നവർക്കാണ് ആ പേര് ചേരുന്നത്. അതായത് നിനക്ക്. മനസ്സിലായോ? ഒരുത്തിയുടെ കൂടെ പുറത്തവനാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാടി നീ എനിക്ക് കഴുത്ത് തീട്ടി തന്നത്? ഓഹോ, നിന്നെ സ്നേഹിച്ച് നിന്റെ പുറകെ വന്ന എനിക്കിത് തന്നെ കിട്ടണം. അവൾ ഇട്ടേച്ചും പോയിട്ടും എന്തൊരു ഒലിപ്പിരാതെ നോക്കിക്കേ. നിന്നെ മതിയായപ്പോ അവൾ മറ്റൊരുത്തന്റെ പിറകെ പോയതല്ലെന്ന് ആര് കണ്ടു? മരിയയുടെ കവിളിൽ ജെറിയുടെ കൈത്തലം ആഞ്ഞു പതിച്ച ശബ്ദം ആ ഇരുട്ടിൽ മുറിയുടെ ചുവരിൽ തട്ടി പ്രതിധ്വനിച്ചു. കരഞ്ഞു വീർത്ത മുഖവുമായി രാത്രി ഒരുപോള കണ്ണടയ്ക്കാതെ മരിയ കിടന്നു. രാവിലെ ജെറി എണീറ്റ് ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നത് കണ്ടു. ഇന്നിനി ഓഫീസിൽ പോകാൻ വയ്യ. ഈ മുഖവും കൊണ്ട് ഓഫീസിൽ ചെന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? കവിൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഒന്നും വേണ്ടായിരുന്നു. കഥകളെല്ലാം അറിഞ്ഞ മിലനാകുന്നതും എതിർത്തതാണ്. ഇതൊരു ഭാഗ്യപരീക്ഷണമാണ് മരിയ. നിന്റെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. നന്നായി ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. പക്ഷേ അതൊന്നും കേൾക്കാനുള്ള മനസ്സ് പോലും തനിക്കില്ലായിരുന്നു. മിലന്റെ വാക്കുകൾ എത്ര ശരിയായിരുന്നു. ജെറിയോടുള്ള ഇഷ്ടവും പ്രണയവും തന്നെ അന്ധയാക്കി, വിവേകശൂന്യയാക്കി. ശ്രീനിധി പോയെന്നറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. മിലൻ തന്റെ ഇപ്പോഴത്തെ സുഹൃത്ത് മാത്രമല്ല, തന്നോടൊപ്പം 10ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചതാണ്. ഇടുക്കിയിലെങ്ങോ ആണ് മിലന്റെ വീട്. അവന്റെ പപ്പയുടെ അനുജൻ ഇടവക പള്ളിയിലെ വികാരിയായി വന്നപ്പോൾ എല്ലാ ശനിയും ഞായറും മിലൻ അച്ഛനോടൊപ്പം വന്നു നിൽക്കും. അങ്ങനെയാണ് 6ാം ക്ലാസ് മുതൽ തന്റെ ക്ലാസ്സിൽ വേദപാഠത്തിന് അവൻ എത്തിയത്. അന്നു മുതൽ നല്ല കൂട്ടായിരുന്നു. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നത് കൊണ്ട് താരതമ്യേന സാമ്പത്തികമുള്ള ഇടവകയിലെ കുട്ടികളോട് ഇടപെടാൻ അവന് വല്ലാത്ത മടിയായിരുന്നു. എങ്കിലും താൻ അവനോട് അങ്ങോട്ട് ചെന്ന് കൂട്ടുകൂടി. അന്നും ഇന്നും താൻ അങ്ങനെയാണ്. ആരോടും അങ്ങോട്ട് ചെന്ന് കൂട്ടുകൂടും. അവൻ പോകും വരെ തന്നോട് മാത്രമേ അധികവും സൗഹൃദം പുലർത്തിയിരുന്നുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ പോയി. പിന്നീട് അവനെപ്പറ്റി യാതൊരു വിവരവുമില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഓഫീസിൽ വെച്ചാണ് പിന്നെ മിലനെ കാണുന്നത്. തന്നെക്കാളേറെ അവനായിരുന്നു സന്തോഷം. നിരന്തരമായ ഇടപഴകലിലൂടെ വിശ്വസിക്കാൻ പറ്റുന്നവനാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അവനോട് സത്യാവസ്ഥ മുഴുവൻ തുറന്നു പറഞ്ഞത്. വിശക്കാൻ തുടങ്ങി. അതിനാൽ എണീറ്റു. പല്ല് തേക്കുമ്പോൾ മോണ വേദനിച്ചു. ഒരു വശം അനക്കാൻ പറ്റുന്നില്ല. കണ്ണാടിയിൽ മുഖത്തിന്റെ ഇടതുഭാഗം കണ്ട് മരിയ ഞെട്ടി. കണ്ണ് നീരുവെച്ച് വീർത്തിരിക്കുന്നു. കവിൾ ചുവന്ന് തിണർത്ത് കിടക്കുന്നു. ഉള്ളിലെ പ്രണയമെല്ലാം ആ വാഷ് ബേസിനിൽ മുഖം കഴുകിയ വെള്ളത്തോടൊപ്പം ഒഴുക്കിക്കളഞ്ഞിട്ട് ഉറച്ച ഒരു തീരുമാനത്തോടെ മുഖം തുടച്ചു. ഇനിയില്ല, ഒരു കൊടിച്ചുപട്ടിയെ പോലെ കാൽക്കൽ കിടന്നു ഉരുളാൻ എന്നെ കിട്ടില്ല. ആത്മാഭിമാനം വരെ പണയം വെച്ചിട്ടാണ് ജെറിയുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഈ ഒരു വർഷവും ജെറിക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞത് വെറുതെയായി. ഇനിയും കൂടെ ജീവിക്കുന്നതിൽ കാര്യമില്ല.
യാചിച്ചു, കേണു. ആ മനസ്സിൽ നിന്നും ശ്രീനിധിയെ ഇറക്കിവിടാൻ ഒന്നിനുമാകില്ല എന്ന് ബോധ്യമായി. അവൾ മാത്രമാണ് ആ മനസ്സിലും ചിന്തയിലും മുഴുവൻ. അടുക്കളയിൽ പോയി നോക്കി. പഴം ഇരിപ്പുണ്ട്. അത് പുഴുങ്ങാൻ വെച്ചു. ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ഇത് മതി. ജെറി പോകുമ്പോൾ വിളിക്കുമെന്നും ഒരു സോറിയെങ്കിലും പറയുമെന്നും കരുതി. ഒന്നും ഉണ്ടായില്ല. ഡ്രസ്സ് മാറി ഇറങ്ങിപ്പോവുകയാണുണ്ടായത്. ഭക്ഷണം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചു. അറ്റൻഡ് ചെയ്യുമ്പോൾ മിലനാണ്. കാണാഞ്ഞിട്ട് വിളിച്ചതാണ്. ലീവാണെങ്കിൽ അവനോട് പറഞ്ഞിട്ടേ പോരൂ. പറയാഞ്ഞതുകൊണ്ട് അത് അന്വേഷിക്കാനാണ് അവൻ വിളിച്ചത്. നല്ല സുഖമില്ല മിലൻ. രാവിലെ എണീറ്റപ്പോ ഒരു വയ്യായിക. അപ്പോ ഇന്ന് ലീവാക്കാമെന്ന് വെച്ചു. ഹോസ്പിറ്റലിൽ പോയില്ലേ? അവന്റെ ആകാംക്ഷ. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോ മാറി. ഓക്കെ, ടേക്ക് റെസ്റ്റ്. മിലൻ ഫോൺ വെച്ചു. തിരികെ വന്ന് കിടന്നു. ആകെ ഒറ്റപ്പെട്ടു പോയതുപോലെ. വലിയൊരു കിടങ്ങിലേക്ക് മനഃപൂർവ്വം എടുത്തു ചാടിയിട്ട് കയറിപ്പോരാനാകാതെ ചക്രശ്വാസം വലിക്കുന്ന നിസ്സഹായായ ഒരു പെണ്ണാണ് താനിപ്പോഴെന്ന് മരിയയ്ക്ക് തോന്നി. മനസ്സിലാകെ മരവിപ്പ് പടരുന്നു. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം. ജെറി കാലിഫോർണിയയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പോയാൽ പിന്നെ തിരിച്ചു വരാൻ വർഷങ്ങളെടുക്കും. ഒരുപക്ഷെ തന്നെയും കൊണ്ടുപോയേക്കാം. അവിടെ ചെന്നാലും ഇതിൽ നിന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. ഒന്ന് പറ്റി. അതുകൊണ്ട് ഇനിയും ഒരു പരീക്ഷണത്തിന് താനില്ല. പോകും മുന്നേ ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണം. അതും തന്റെ മാത്രം റിസ്കിൽ. ഇരു കുടുംബക്കാരും എതിർക്കുമെന്ന് ഉറപ്പാണ്. കാരണം അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണല്ലോ. നാലാളുടെ മുന്നിൽ നല്ലതെന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം ഇല്ല. ജെറി വൈകുന്നേരം വന്നപ്പോഴും മരിയ പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും കാണിച്ചില്ല. കാപ്പിയും വൈകിട്ടത്തെ ഭക്ഷണവുമൊക്കെ വിളമ്പിക്കൊടുത്തു. ജെറി ഇടയ്ക്കിടെ തന്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ല. കിടക്കുമ്പോഴും പതിവ് പോലെ കട്ടിലിന്റെ ഒരറ്റത്ത് സ്വന്തം പുതപ്പുമായി ചുരുണ്ടുകൂടി. രാവിലെ എണീറ്റ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പ്രാതലുണ്ടാക്കി ജെറിക്കുള്ളത് വിളമ്പി വെച്ചിട്ട് കഴിച്ചെണീറ്റ് ഡ്രസ്സ് മാറി ഇറങ്ങി. മുഖത്ത് ചെറിയൊരു കരിവാളിപ്പ് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അത്രയുള്ളൂ. കാറിൽ ഒന്നിച്ച് തന്നെയാണ് ഓഫീസിലേക്ക് പോയത്. മരിയയുടെ മാറ്റം ജെറി ശ്രദ്ധിച്ചു. എങ്കിലും ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും മരിയ മിണ്ടണമെന്നോ അങ്ങോട്ട് മിണ്ടാനോ ഒട്ടും ആഗ്രഹവുമില്ല. ഓഫീസിലെത്തുമ്പോൾ മിലൻ തന്നെ സാഗൂതം നോക്കുന്നത് കണ്ട് കണ്ണുകൊണ്ട് എന്താ എന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൻ ചുമലിളക്കി. ടീ ബ്രേക്കിൽ അടുത്തു വന്ന് ചോദിച്ചു, എന്താടോ, വിശേഷം വല്ലതും? ഒന്ന് പോടാ, ദേഹത്ത് തൊടാതെ ദിവ്യഗർഭം ഉണ്ടാകാൻ ഞാൻ കന്യാമറിയൊന്നും അല്ലല്ലോ, അവന്റെ ചെവിയിൽ പറഞ്ഞു. മിലൻ അമ്പരക്കുന്നത് കണ്ടെങ്കിലും കണ്ടതായി ഭാവിച്ചില്ല. ഇനിയിപ്പോൾ ഇതും കൂടി അവൻ അറിയട്ടെ. ഇതുവരെയും ഒന്നും ആരും അറിയാതെ സൂക്ഷിക്കുകയായിരുന്നു. ഭാഗ്യം. അപ്പോൾ മിലൻ കൂടുതലൊന്നും ചോദിക്കാഞ്ഞത്. ആരോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കും. അത് തന്നെ നന്നായി മനസ്സിലാക്കുന്ന മിലനോടാകുന്നതാകും നല്ലത്. ഒരു ഭാഗവും പിടിക്കാതെ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നായിരിക്കും അവൻ പ്രശ്നത്തെ നോക്കിക്കാണുക. ജെറിയുടെ അമ്മച്ചിയോട് പറഞ്ഞെങ്കിലും ജെറിയുടെ ഭാഗത്തു നിന്നും സംസാരിക്കാനായിരുന്നു അമ്മച്ചിക്ക് താല്പര്യം. അവർക്ക് വേണ്ടിയിരുന്നത് മകന് വേണ്ടിയുള്ള ഒരു ബലിമൃഗത്തെയായിരുന്നു. അതിനവർ സൂത്രത്തിൽ തന്നെ വിലക്കെടുത്തു. ജെറിയോടുള്ള തന്റെ സ്നേഹത്തെ മുതലെടുത്തു. താൻ നാട്ടിലെത്തിയ ഉടനെ തന്നെ വന്ന് കണ്ടതും അതിനായിരുന്നു. ശ്രീനിധിയെ മകന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ നീ അവന്റെ ഭാര്യയായി വരാമോ എന്ന് പച്ചയായി ചോദിച്ചു. താൻ സമ്മതം മൂളിക്കഴിഞ്ഞാണ് അമ്മച്ചി ബാംഗ്ലൂർക്ക് പോയത്. മറ്റൊരു വിവാഹം ആലോചിച്ചുറപ്പിക്കാമെന്ന് വെച്ചാൽ അവർ നന്നായി അന്വേഷിക്കും. അപ്പോൾ കള്ളി വെളിച്ചത്താകും. അതിനാണ് തന്നെ വിടാതെ പിടിച്ചത്. ലഞ്ച് ബ്രേക്കിന് മിലൻ അടുത്തു വന്നു. ഊണ് കഴിഞ്ഞ് കൈകഴുകി വിശ്രമിക്കാനിരിക്കുമ്പോൾ മിലനും സമീപമിരുന്നു. എന്താ പറയ്, നിനക്കെന്തോ വലിയ പ്രശ്നമുണ്ട്. ഉണ്ട്, അന്ന് നീ പറഞ്ഞതായിരുന്നു ശരി. ഒന്നും വേണ്ടായിരുന്നു. ഒരു നിമിഷം നിർത്തിയിട്ട് മരിയ വള്ളിപുള്ളി വിടാതെ ആദ്യം മുതൽ മിനിയാന്ന് രാത്രി വരെ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് കണ്ണടച്ചിരുന്ന മരിയയുടെ മിഴികളിലൂടെ കണ്ണീർത്തുള്ളികൾ ഉരുണ്ടു വീണുകൊണ്ടിരുന്നു. എന്തു ചെയ്യണം പറയണമെന്നറിയാതെ മിലൻ ഇതികർത്തവ്യമൂഢനായി സഹതാപത്തോടെ അവളെ നോക്കിയിരുന്നു. നിശബ്ദമായ കുറെ നിമിഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മിലൻ അവളുടെ കൈ കവർന്നെടുത്ത് കൂട്ടിപ്പിടിച്ചു. മരിയ എണീറ്റ് വാഷ്റൂമിൽ പോയി. മുഖം കഴുകി തന്റെ ക്യാബിനിലേക്ക് നടന്നു. ജെറിക്കും മരിയയ്ക്കുമിടയിൽ മൗനം കനത്തു നിന്നു. ഫ്ളാറ്റിലെ മൗനാന്തരീക്ഷം ഇടയ്ക്കിടെയുള്ള അടുക്കളയിലെ പാത്രങ്ങളുടെ തട്ടുമുട്ടും കൊണ്ട് മാത്രമാണ് ഭഞ്ജിക്കപ്പെട്ടത്. രണ്ടു തുരുത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കിടയിൽ എന്താണ് മിണ്ടാനുള്ളത്? ഒരാൾ ചുഴി നീന്തി അക്കരെ കടക്കാൻ പരമാവധി ശ്രമിച്ചു. കൈകാൽ കുഴഞ്ഞ് കൂടുതൽ ആഴത്തിലേക്ക് ആഴ്ന്നു പോകുന്നു എന്ന് കണ്ട് ശ്രമം മതിയാക്കി മൗനത്തിന്റെ തുരുത്തിലേക്ക് ഒതുങ്ങിക്കൂടി. മറ്റേയാൾ നേരെ വിപരീത ദിശയിലേക്ക് കൈവിട്ടുപോയ നിധി തേടി നീന്തിക്കൊണ്ടിരുന്നു. ആ യാത്രയെ തടസ്സപ്പെടുത്തുന്ന എന്തും അയാൾ തച്ചു തകർക്കും. ഒരാഴ്ചത്തെ മൗനത്തിന് ശേഷം മരിയ മൗനം ഭഞ്ജിച്ചു. ഞാൻ ജെറിയെ സ്വതന്ത്രനായി വിടാൻ പോകുന്നു. ജെറി അവിശ്വസനീയതയോടെ മരിയയുടെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. മരിയ തുടർന്നു. ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ്. ഞാൻ ചെയ്ത വിഡ്ഢിത്തത്തിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇത് തുടരാൻ എനിക്ക് വയ്യ. കാണികൾക്ക് വേണ്ടി മാത്രം ആടിത്തീർക്കേണ്ടതല്ല ജീവിതം. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. മരിയ ജെറിയുടെ മുഖത്തേക്ക് പ്രത്യാശയോടെ നോക്കി. ഒരു ചെറിയ എതിർപ്പിന്റെ ലാഞ്ചനയെങ്കിലും ആ മുഖത്തുണ്ടോ എന്നവൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഇല്ല, ഒട്ടുമില്ല. പകരം ആശ്വാസത്തിൻ്റെതായ ഒരു ശാന്തതയാണ് അവിടെ കണ്ടത്. അവൾക്ക് ഒന്നുറക്കെ കരയണമെന്ന് തോന്നി.
എണീറ്റ് ബാത്റൂമിലേക്ക് പോയി വാതിലടച്ചു. ടാപ്പ് തുറന്നു വെച്ചു. ഇത്രയും നാൾ ഉള്ളിൽ ഒതുക്കി വെച്ച എല്ലാ സങ്കടങ്ങളും കണ്ണീരിലൂടെ ഒഴുക്കിക്കളഞ്ഞു. ജെറിയുടെ മുന്നിലിരുന്ന് കരയുന്നത് കുറച്ചിലാണ്. അവിടെ തന്റെ ആത്മാഭിമാനത്തിന്റെ അവസാനത്തെ ചെതുമ്പലും കൊഴിഞ്ഞു വീഴും. താനൊരു അവജ്ഞാ വസ്തുവായി മാറും. സ്വത്വം നഷ്ടപ്പെടും. പിന്നെ തലയുയർത്തി നിൽക്കാൻ പറ്റാതാകും. ഒരു പ്രണയത്തിന്റെ പേരിൽ അത്രയ്ക്ക് ഇടിഞ്ഞു താഴ്ന്നു ജീവിക്കാൻ ഇനിയും ഒരുക്കമല്ല. തെറ്റുപറ്റിപ്പോയി. അത് തിരുത്തണം. ഈ ഭൂമിയിൽ ആർക്കും അടിയറ വയ്ക്കാനുള്ളതല്ല ജീവിതം. ജീവിച്ചു തീർക്കാനുള്ളതാണെന്ന് കാണിച്ചു കൊടുക്കണം. മനസ്സിനെ ദൃഢപ്പെടുത്തി കുളിയും കഴിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. ജെറിയെ അവിടെ എങ്ങും കണ്ടുമില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം മരിയ മിലനെ കണ്ടു. നിനക്ക് നാളെ എന്താ പ്രോഗ്രാം? വീട്ടിൽ പോണം. എന്തേ? നാളത്തെ വീട്ടിൽ പോക്ക് ഒഴിവാക്കാൻ പറ്റുമോ? എന്റെ കൂടെ വക്കീലിന്റെ അടുത്തൊന്ന് വരാമോ? ഉറപ്പിച്ചു തന്നെയാണോ? അതോ അന്നത്തെ ആ ഇൻസിഡന്റിന്റെ പ്രകോപനമോ? മിലന് സംശയം. അപ്പോ നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അത് പിന്നെ മിലൻ മറുപടിക്കായി പരതി. ഞാൻ ഇന്നലെ ഇക്കാര്യം ജെറിയോട് അവതരിപ്പിച്ചു. നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞതല്ലാതെ ഇപ്പൊ എന്തിനാണൊരു ഡിവോഴ്സ് എന്ന് പോലും ജെറി ചോദിച്ചില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ തീരുമാനം ഞാൻ മാറ്റിയേനെ. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നീ വീട്ടിൽ പൊക്കോ, ഞാൻ തനിയെ പൊക്കോളാം. അല്ല, ഇനി ഞാൻ ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്യേണ്ടത്. അതിനുള്ള ട്രെയിനിങ് ഇവിടെ തുടങ്ങാം. ഞാൻ പോട്ടെ. മരിയ യാത്ര പറഞ്ഞ് ലിഫ്റ്റിലേക്ക് നടന്നു. മിലൻ അവളുടെ പിന്നാലെ ചെന്നു. മരിയ നിൽക്ക്, ഞാൻ വരാം. വേണ്ട, നിനക്ക് ബുദ്ധിമുട്ടാകും. നീ എന്തിനാണ് വെറുതെ എന്റെ പിന്നാലെ നടന്ന് സമയം കളയണം? നീ എന്താ മരിയ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് വേണോ ഇമാതിരി സംസാരം? എപ്പോ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. മരിയ ദയനീയമായി മിലനെ നോക്കി. ഒരു വക്കീലിനെ അന്വേഷിക്കണം. നാളെ 9 മണിക്ക് എന്റെ ഫ്ളാറ്റിന്റെ താഴെ വാ. പറഞ്ഞ സമയത്ത് തന്നെ മിലൻ എത്തി. അവർ അഡ്വക്കേറ്റ് ദിനകരനെയാണ് കണ്ടത്. കുടുംബക്കോടതി വക്കീലാണ്. മിലൻ ആരോടോ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ വക്കീലിനെ. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ അവിശ്വസനീയതയോടെ മരിയെ നോക്കി. പല കേസുകളും എന്റെ പക്കൽ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു കേസ് ആദ്യമായാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ കുട്ടി. ഇപ്പോഴും നിങ്ങൾ ഒന്നിച്ചു തന്നെയാണോ കഴിയുന്നത്? അതെ സാർ, ഇതുവരെയും ഒന്നിച്ചാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു സാർ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. മരിയ ഒരു വിളറിയ ചിരി ചിരിച്ചു. ശരി, തന്റെ ഭർത്താവിനെയും കൂട്ടി വന്ന് ഒരു മ്യൂച്വൽ പെറ്റീഷൻ ഫയൽ ചെയ്യൂ. സംഗതി എളുപ്പമാകും. ശരി സാർ, താങ്ക് യു. മരിയ വക്കീലിന് നന്ദി പറഞ്ഞ് ഹാഫ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അന്ന് തിങ്കളാഴ്ച. മരിയയ്ക്ക് അവധിയായിരുന്നു. ജെറിക്ക് ഓഫീസിൽ വർക്കുണ്ട്. പോകാനിറങ്ങിയപ്പോൾ മരിയ പിന്നിൽ നിന്നും വിളിച്ചു. ഒരു കാര്യം പറയാനുണ്ട്. എന്താ എന്ന ചോദ്യഭാവത്തിൽ ജെറി തിരിഞ്ഞു നിന്നു. ഞാനൊരു വക്കീലിനെ കണ്ടിരുന്നു. രണ്ടാളും കൂടി മ്യൂച്വൽ ഹർജി കൊടുത്താൽ പെട്ടെന്ന് ഡിവോഴ്സ് അനുവദിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് ജെറിക്ക് സൗകര്യം? ഞാൻ ഉച്ചകഴിഞ്ഞ് ലീവ് എടുക്കാം. യാതൊരു ഭാവഭേദവും കൂടാതെ ജെറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. മരിയയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അല്ല, നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? ജെറിക്ക് ഇങ്ങോട്ട് അല്പം പോലും സ്നേഹമില്ലായിരുന്നു എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ നീ അവനെ കല്യാണം കഴിച്ചത്? എന്നിട്ടിപ്പോ വെറുതെ മോങ്ങുന്നു. മരിയ മനസ്സിനെ ശാസിച്ചു. കൃത്യം 2 മണിയായപ്പോൾ ജെറി എത്തി. രണ്ടാളും ഒന്നിച്ച് വക്കീലിന്റെ അടുത്തെത്തി. വക്കീൽ കാര്യങ്ങളെല്ലാം രണ്ടുപേരോടും ചോദിച്ചറിഞ്ഞ് വിശദമായി എഴുതി തയ്യാറാക്കി ഹർജി ഫയൽ ചെയ്തു. ഉടനെ മോചനം കിട്ടുമെന്ന് കരുതണ്ട. 6 മാസമെങ്കിലും പിരിഞ്ഞു താമസിക്കണം. അതിനുശേഷം രണ്ടാൾക്കും കൗൺസിലിംഗ് ഉണ്ട്. പിന്നീടാകും കോടതി നടപടികളിലേക്ക് കടക്കുക. സർ, ഞാൻ ഉടനെ കാലിഫോർണിയക്ക് പോകും. അപ്പോ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? എങ്കിൽ 1 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ എപ്പോ വരാൻ പറ്റുമോ അപ്പോ നോക്കാം. 6 മാസമെങ്കിലും കഴിഞ്ഞ് ഹർജി കോടതി എടുക്കൂ. രണ്ടാളും ഇറങ്ങിപ്പോകുന്നത് വക്കീൽ നോക്കിയിരുന്നു. ഇതൊരു റെയർ കേസാണല്ലോ. ആലോചിച്ചിട്ട് കഷ്ടം തോന്നുന്നു. വീട്ടിലെത്തിയപാടെ ജെറി വല്യപ്പച്ചനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മറ്റന്നാൾ എറണാകുളത്ത് ബിഷപ്പ് ഹൗസിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരാം. അതേതായാലും നന്നായി, വല്യപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നത്. ഒന്നിച്ചിരുന്ന് സംസാരിക്കാമല്ലോ. ബിഷപ്പ് ഹൗസിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ മൈക്കിൾ അച്ഛൻ ജെറിയെ വിളിച്ചു. മരിയയോട് അവിടെ തന്നെ കാണണമെന്നും പറഞ്ഞിട്ട് ജെറി പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നു. മരിയ അച്ഛനെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. മുഖവുരയില്ലാതെ അച്ഛൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പാണോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കൂരയ്ക്ക് കീഴിൽ യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നത്? എല്ലാം എന്റെ തെറ്റാണ്. ഞാനാണ് ജെറിയെ ഈ വിവാഹത്തിലേക്ക് വലിച്ചിഴച്ചത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനാണ് ഈ കുഴിയിലേക്ക് എടുത്തു ചാടിയത്. ഇനി വയ്യ. ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് 2 പേർക്കും യാതൊരു ഗുണവും ഇല്ല. ഞാൻ തീരുമാനിച്ചു. ചെയ്ത തെറ്റ് തിരുത്തുകയാണ്. മരിയയാണ് ആദ്യം മറുപടി പറഞ്ഞത്. അച്ഛൻ ജെറിയെ നോക്കി. എന്റെയും അഭിപ്രായം തന്നെയാണ്. മരിയയ്ക്ക് നല്ലൊരു ജീവിതവും ഭാവിയും ഉണ്ടാവുകയും ചെയ്യും. എല്ലാം അറിയുന്നത് കൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ജെറിയുടെ വിസയും ടിക്കറ്റും ശരിയായിട്ടുണ്ട്. അതേതായാലും നന്നായി വല്യപ്പച്ച. ആരും അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമല്ലോ. മക്കളുടെ ജീവിതവും സന്തോഷവും അല്ലല്ലോ അപ്പച്ചനും അമ്മച്ചിക്കും വലുത്. കുടുംബത്തിന്റെ മാനമല്ലേ. അച്ഛൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല.
എന്നെ കാക്കനാട്ടേക്കൊന്ന് ആക്കിയേക്ക് എന്ന് പറഞ്ഞ് എണീറ്റു. പോട്ടെ മോളെ, ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് കരുതിയാൽ മതി. എല്ലാം നല്ലതിനാണ്. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ജെറിക്ക് പോകാനുള്ള സമയമായി. വീട്ടിലും ജയ്സമ്മയുടെ അടുത്തൊന്ന് പോയി വന്നു. ബാക്കി ആരെയും കാണണമെന്ന് തോന്നിയതുമില്ല. കൂടുതൽ ലഗേജുമില്ലായിരുന്നു. ബാഗ് ഒരുക്കിയിട്ട് ജെറി മരിയയോട് യാത്ര പറഞ്ഞു. പോട്ടേടോ, നീ എന്നെ സ്നേഹിച്ചതിന്റെ ഒരംശം പോലും നിനക്ക് ഞാൻ തിരികെ തന്നിട്ടില്ല. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ. എന്നിട്ടും നീ വാശി പിടിച്ചു. നിന്നോട് ക്ഷമ ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. നിന്റെ സന്തോഷങ്ങളിൽ നീ ജീവിക്കുക. ഒരുപക്ഷെ നിധിയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ പോലും നമ്മുടെ ജീവിതം അത്ര നന്നാകുമായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. 2 ധ്രുവങ്ങളിലായി ജീവിക്കുമായിരിക്കും. എങ്കിലും അതൊരു ജീവിതമാവുമോ? നിനക്ക് ചേരുന്ന ഒരാളെ കണ്ടുപിടിച്ച് നീ സന്തോഷമായിട്ട് ജീവിക്ക്. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് തീരട്ടെ. എല്ലാത്തിനും മാപ്പ്. നീ ഏറെ നല്ലവളാണ്. ഇത്രയും നാൾ എന്നെ സഹിച്ചില്ലേ? എന്നിട്ടും നിന്നെ ഞാൻ തല്ലി. സോറി, വെരി സോറി. ജെറി മരിയയ്ക്ക് നേരെ കൈകൂപ്പി. അരുത് ജെറി, എന്റെ ഭാഗത്താണ് തെറ്റ്. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നത്. മരിയയ്ക്ക് ദുഃഖം തോന്നി. പോകും മുന്നേ എല്ലാം ജെറിയോട് തുറന്നു പറയണമെന്ന് തോന്നിയതിനാൽ ചോദിച്ചു. ഞാനൊരു സത്യം പറഞ്ഞ ജെറി വയലന്റ് ആവുകയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഒരു ഉറപ്പ് തന്നാലേ ഞാനത് പറയൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ജെറി ആ സത്യം അറിയാതെ പോവും. എനിക്കും മനസ്സിന് സമാധാനം കിട്ടില്ല. പറയടോ, ഇനിയുണ്ടോ സത്യങ്ങള്? കേൾക്കട്ടെ. ജീവിതം പോലും മുന്നിലില്ലാത്ത ഒരുത്തിന് എന്ത് വയലൻസ്, എന്ത് വിഷമം? പറഞ്ഞോളൂ ധൈര്യമായിട്ട്. ഇപ്പോ എന്റെ മനസ്സ് വെറും കരിങ്കല്ലാണ്. മരിയ പറഞ്ഞു തുടങ്ങി. ജെറിയുടെ അമ്മച്ചി കാരണമാണ് നിധി പോയത്. അമ്മച്ചിയാണ് അന്ന് ജെറിയുടെ റൂമിൽ വന്നതും. വള്ളിപ്പുള്ളി വിടാതെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടി. പക്ഷെ ജെറി വിശ്വസിക്കാനാവാതെ മരിയയെ തുറിച്ചു നോക്കി. തുടരും. അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.